എനിക്ക് ആക്ച്വലി കിട്ടിയ ഇൻ്റർവ്യൂ ബോർഡ് കുറച്ചൊരു നോൺ റിസെപ്റ്റീവ് സൈഡിലേക്കായിരുന്നു. അതായത് അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ നമ്മുടെ റിപ്ലൈ കേൾക്കാൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഹൈ ലെവലായിരുന്നു. ഞാൻ പോയ ഉടനെ എന്നെ ഒരു ഇന്നോവേറ്റർ ആയിട്ട് കണ്ട് അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ജേർണി ഇവിടെ തീർന്നിട്ടില്ല, ഐ വോണ്ട് ടു റൈറ്റ് വൺസ് അഗെയിൻ എന്നൊരു ഡിസിഷൻ ആ മൊമെൻറ്റിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ യു ആർ വെരി മച്ച് ഫോക്കസ്ഡ് ഓൺ ഗെറ്റിംഗ് ദ പോയിന്റ് വേർ യു വാണ്ട് ടു. അപ്പം എന്താണ് അതിനുള്ളൊരു മോട്ടിവേഷൻ? എഞ്ചിനീയറിംഗിൽ നിന്ന് എനിക്ക് കിട്ടിയ വേറൊരു ഒരു സ്കില്ലെന്ന് പറയുന്നത്, അധികം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ കുറച്ചുകൂടെ എളുപ്പമുള്ള സ്മോളർ പാർട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്നിട്ട് പഠിക്കാനുള്ളൊരു ഒരു എബിലിറ്റി എൻ്റെ കോളേജിൽ നിന്നുള്ളൊരു ഫാസ്റ്റ് പേസ്ഡ് സ്റ്റഡീസിന് കിട്ടിയത്. അപ്പോൾ അതാണ് എനിക്ക് ആക്ച്വലി ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. സാർ, എനിക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം പ്രിലിംസിന് വേണ്ടി ഞാൻ എൻ്റെ ഓപ്ഷണൽ നല്ലപോലെ സാക്രിഫൈസ് ചെയ്തിരുന്നു. പക്ഷേ മെയിൻ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ഓപ്ഷണൽ ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത്. ഒരു മേക്ക് ഓർ ബ്രേക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഓപ്ഷണലിന്. ഹായ് ഓൾ, നമസ്കാരം. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് ഹേമന്ത് ശങ്കർ. ഇത്തവണത്തെ UPSC റാങ്ക് ലിസ്റ്റിൽ 223 റാങ്ക് നേടിച്ച് നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയിരിക്കുകയാണ് ഹേമന്ത്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ഹേമന്തും ഞാനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഹേമന്തിൻ്റെ ബ്രദറിലൂടെയാണല്ലേ? അതെ. എനിക്കൊന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഹേമന്തിൻ്റെ ബ്രദർ എന്ത് ചെയ്യാണ്? സാർ, എൻ്റെ ചേട്ടൻ ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ്. കറൻ്റ്ലി പെറുവിലാണ്. അവിടെ ഇന്ത്യൻ എംബസി ടു പെറുവിൽ സെക്കൻഡ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ചേട്ടൻ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ പരിചയമുണ്ട്. അങ്ങനെ ഹേമന്ത് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ഹേമന്ത് പറഞ്ഞ മൊമെൻറ്റിൽ ആ ഫീച്ചേഴ്സൊക്കെ വെച്ചത് ശരിയാണ് കേട്ടോ എന്നെനിക്ക് തോന്നിയിരുന്നു. ഹേമന്ത് പഠനമൊക്കെ ആരംഭിക്കുന്നത് എറണാകുളത്ത്. എവിടെയാണ്? എനിക്കൊന്നു ഹേമന്തിൻ്റെ സ്വദേശം പാലക്കാടാണല്ലേ? അതെ. ഓക്കെ. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? സാർ, ഞാൻ 10th വരെ പാലക്കാട് തന്നെ ചിന്മയ വിദ്യാലയ തത്തമംഗലം സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം 11th and 12th ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ കല്ലൂർ, അവിടെയാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് കോഴിക്കോട്. അപ്പം എനിക്കൊന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് തന്നെ അതായത് വളരെ കാഠിന്യമേറിയ എൻട്രൻസ് പരീക്ഷയ്ക്ക് നല്ലൊരു കോച്ചിങ് നേടണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ NIT എത്തുന്നു. അപ്പം ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരിയർ മുന്നോട്ട് പോയ ഒരാൾ എവിടെ വെച്ചിട്ടാണ് സിവിൽ സർവീസ് എന്നുള്ളൊരു മേഖലയിലേക്ക് മാറുന്നത്? സാർ, അതിൻ്റെ മെയിൻ പ്രചോദനം എൻ്റെ ചേട്ടനാണ്. ഞാൻ എൻട്രൻസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടൻ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് തന്നെ ഞാനൊന്ന് മനസ്സിൽ കുറിച്ചിട്ടിരുന്നു, എപ്പോഴെങ്കിലും ഇതൊന്ന് എഴുതി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. അതിനുശേഷം ഞാൻ പക്ഷേ അതൊന്ന് മറന്ന് എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ എഞ്ചിനീയറിംഗിൽ ഇൻവോൾവ് ആയി തുടങ്ങി. അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗിൽ അധികം ഇൻവോൾവ് ആയി കുറേ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഫൈനൽ ഇയർ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, എഞ്ചിനീയറിംഗിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു സാച്ചുറേഷൻ എത്തി. ഇതിലും വലിയ കാര്യങ്ങൾ എവിടെയോ ഉണ്ട്, അത് അന്വേഷിച്ച് പോകണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഈ ചേട്ടൻ്റെ ഈ ഒരു കരിയർ പാത്തിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ആഗ്രഹം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനും പറഞ്ഞു, അതൊരു നല്ല ഡിസിഷനാണ്, നിനക്കിപ്പോൾ ഗൈഡൻസ് തരാനൊരു ചേട്ടനുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്തോ എന്നുള്ളൊരു ധൈര്യവും കോൺഫിഡൻസ് അച്ഛൻ തന്നു. അങ്ങനെയാണ് ഞാനൊരു 4th ഇയറിലാണ് സാർ ഞാനൊരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ. കാരണം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് ലൈഫ് ആയിരിക്കും തങ്ങേണ്ടത്. കാരണം ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിന് ഹേമന്ത് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും മറ്റു പലർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത വെച്ചാൽ ഹേമന്തിന് പേറ്റൻറ്റ് സഹിതം പല കാര്യങ്ങളും എഞ്ചിനീയറിംഗ് കോളേജ് ലൈഫിൽ തന്നെ ഹേമന്ത് നേടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഡാഫിൽ വെക്കണം എന്നുള്ളതിലായിരുന്നു നമ്മുടെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് വളരെ പാഷനേറ്റോടു കൂടി ഫോളോ ചെയ്ത ഒരാളാണ്. പക്ഷേ അതിനെക്കാട്ടി ഒരു ഗ്രേറ്റർ കോളിംഗ് UPSCയിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത് അല്ലേ? അപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് UPSC പ്രിപ്പറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും പല കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച സബ്ജക്റ്റ് ഭയങ്കര ടെക്നിക്കൽ സബ്ജക്റ്റാണ്, പക്ഷേ UPSC ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന പല സബ്ജക്റ്റുകളും ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ചലഞ്ചിനെ അഡ്രസ്സ് ചെയ്തത്? സർ, എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു സ്വിച്ച് എനിക്കും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു തുടക്കത്തിൽ. കാരണം നമ്മളെല്ലാം ലോജിക്ക് വെച്ച് പഠിച്ച് ശീലിച്ച് പെട്ടെന്നൊരു ഹ്യൂമാനിറ്റീസിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും അവയർനെസ്സും മെമ്മറിയും അതൊക്കെയാണ് മാറ്റർ ചെയ്യുന്നത്. അതുപോലെ എഴുതുന്ന സമയത്തും നമ്മൾ സ്റ്റെപ്പ് ബേസ്ഡ് ആൻസേഴ്സ് എഴുതി ശീലിച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ സാർ, അതേസമയം എഞ്ചിനീയറിംഗിൽ നിന്ന് എനിക്ക് കിട്ടിയ വേറൊരു ഒരു സ്കില്ലെന്ന് പറയുന്നത്, അധികം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ കുറച്ചുകൂടെ എളുപ്പമുള്ള സ്മോളർ പാർട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്നിട്ട് പഠിക്കാനുള്ളൊരു ഒരു എബിലിറ്റി എൻ്റെ കോളേജിൽ നിന്നുള്ളൊരു ഫാസ്റ്റ് പേസ്ഡ് സ്റ്റഡീസിന് കിട്ടിയത്. അപ്പോൾ അതാണ് എനിക്ക് ആക്ച്വലി ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ആൻസർ റൈറ്റിങ്ങും അതേപോലെ പ്രസൻറ്റേഷൻ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ ഞാൻ നല്ലപോലെ ട്രൈ ചെയ്തിരുന്നു.
അപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഈ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും താങ്കൾ ആദ്യം അറ്റംപ്റ്റ് എഴുതുന്നു, പ്രിലിംസ് പാസ്സാകുന്നു, മെയിൻസിലേക്ക് വരുന്നു. പക്ഷേ മെയിൻസ് പാസ്സാവുന്നില്ല അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട്. ഈ എഞ്ചിനീയറിംഗിൽ 4 വർഷം എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു 4 വർഷമായിരുന്നു. പേറ്റൻറ്റ് നേടുന്നു, പല പല പേപ്പറുകൾ കൊണ്ടുവരുന്നു. അപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് UPSC പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിൽ ഫെയിൽ ആകുമ്പോഴത്തേക്കും ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എപ്പോഴും തോന്നിയിരുന്നു. എന്തായിരുന്നു ആ സമയത്ത് ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? സാർ, എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. 2023 പ്രിലിംസ് അത്യാവശ്യം ഒരു ഹാർഡായിട്ടുള്ള പ്രിലിംസ് ആയിരുന്നു. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻസിൽ എത്തിയപ്പോഴാണ് ഇത് ഈ പ്രിപ്പറേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്നെ അത്യാവശ്യം നന്നായിട്ട് ഗ്രാപ്പിൾ ചെയ്തത്. അതുപോലെ പ്രിലിംസ് വരെ ഞാൻ കുറച്ചുകൂടെ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിരുന്നു. ഞാൻ പ്രിലിംസിന് ശേഷമാണ് എൻ്റെ ഓപ്ഷനിലൊക്കെ പഠിച്ചു തുടങ്ങിയത്. ആൻഡ് ആ ഒരു വലിയ സ്ട്രഗിളിന് ശേഷം ഫൈനലി മെയിൻസ് ക്ലിയർ ആയിരുന്നു. ശരിക്കും ഞാൻ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ഞാൻ ഒരു ഇമോഷണൽ ലോയിലെത്തി. പക്ഷേ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലിയും എൻ്റെ ചേട്ടൻ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ മെൻറ്റേഴ്സ് ഇവരൊക്കെയാണ് എനിക്കൊരു മോട്ടിവേഷൻ തന്നത്. ചെറിയ ഒരു മാർജിൻ ആയിരിക്കും പോയിട്ടുണ്ടാവുക, നമുക്ക് അടുത്ത തവണ ട്രൈ ചെയ്യാം, എഴുതുന്ന ആൻസേഴ്സ് എല്ലാം ആക്ച്വലി നല്ലതാണ്, നമുക്ക് ഇനിയും ഒന്നുകൂടെ ട്രൈ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് മാർക്സ് വന്ന് നോക്കിയ സമയത്ത് എനിക്കൊരു അത്യാവശ്യം മാർജിൻ ഉണ്ടായിരുന്നു ഞാൻ ക്ലിയർ ചെയ്യുന്ന കട്ട് ഓഫിൽ നിന്നെങ്കിൽ പോലും വീണ്ടും ട്രൈ ചെയ്യാനുള്ള ധൈര്യം വരെല്ലാം തന്നപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ച് നോക്കാമെന്ന്. ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പല കുട്ടികളും പറഞ്ഞൊരു പോയിന്റ് താങ്കൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നി. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ കുറേ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിച്ചിരുന്നത്. എനിക്കൊന്ന് ഈ UPSC പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന പല കുട്ടികളുടെയും ഫ്രണ്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് പ്രിലിംസ് പാസ്സാവണമെന്നുള്ളതാണ്. ആ ഒരു മിസ്റ്റേക്കിനെ എങ്ങനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്? സാർ, എനിക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം പ്രിലിംസിന് വേണ്ടി ഞാൻ എൻ്റെ ഓപ്ഷണൽ നല്ലപോലെ സാക്രിഫൈസ് ചെയ്തിരുന്നു. പക്ഷേ മെയിൻ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ഓപ്ഷണൽ ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത്. ഒരു മേക്ക് ഓർ ബ്രേക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഓപ്ഷണലിന്. അപ്പോൾ എനിക്ക് ആക്ച്വലി തോന്നിയത് ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തു, ഈ ഫുൾ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിന് വരെ. അപ്പോൾ എനിക്ക് ഇനിയുള്ള ആസ്പിറൻസിനോട് പറയുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കണം. പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ആരും വരുന്നത്, ഈ പരീക്ഷ മുഴുവനായിട്ട് ക്ലിയർ ചെയ്യാനാണ്. പ്രിലിംസ് അതിലൊരു ഗേറ്റ് വേ മാത്രമാണ്. ഈ മെയിൻ എക്സാമിനേഷനാണ് നമ്മുടെ സർവീസിൽ ലിസ്റ്റിലേക്കുള്ള പ്രവേശനവും സർവീസും കാഡറും എല്ലാം തീരുമാനിക്കുന്നത്. അത് പലപ്പോഴും കുട്ടികൾ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അത് പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു എലിമിനേഷൻ പ്രോസസ്സാണ് UPSCയുടെ. ആ എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരിലാണ് ആക്ച്വൽ എക്സാമിനേഷൻ UPSC നടത്തുന്നത്. ആ മെയിൻസ് ആണെങ്കിലും പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണെങ്കിലും. ഈ മെയിൻസിൽ റൈറ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റാണ്. അപ്പം സ്കൂൾ തൊട്ടേ എഴുതുമായിരുന്നു, എഴുത്തിൽ എങ്ങനെയായിരുന്നു? കാരണം എഞ്ചിനീയറിങ്ങിലെ ഒരു എഴുത്തും നമ്മൾക്ക് UPSCക്ക് വേണ്ടി എഴുത്തും കുറച്ച് ഡിഫറെൻ്റാണ്. അപ്പോൾ സ്കൂൾ തൊട്ടുള്ള അതായത് അവിടുത്തെ 4 സ്കൂളുകളിലേക്കാണ് പഠിച്ചത്. ചെറുപ്പത്തിൽ എഴുതാനുള്ളൊരു വാസനയൊക്കെ ഉണ്ടായിരുന്നു. സാർ, ഒരു വാസന എന്ന് ഞാൻ പറയില്ല. പക്ഷേ എങ്കിൽ പോലും സ്കൂളിൽ തന്നെ ഞാൻ ഉപന്യാസങ്ങളും അതുപോലെ ബാക്കി എഴുത്തിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് ചെയ്യുമായിരുന്നു. സോഷ്യൽ സയൻസിൽ പോലും എനിക്ക് 10th വരെ നല്ല മാർക്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ 10th എക്സാമിന് ശേഷം ഇനി സോഷ്യൽ സയൻസ് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ പേപ്പർ എഴുതി ഫിനിഷ് ചെയ്ത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു തിരിച്ചുവരവ് വന്ന സമയത്ത് ഞാൻ ഈ പണ്ട് എപ്പോഴോ പഠിച്ച കാര്യങ്ങളാണ്, പക്ഷെ അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഈ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സ് കൊണ്ട് ഞാൻ ഒരു ആൻസർ എങ്ങനെ ചുരുക്കി എഴുതാം എന്നുള്ളതാണ് പഠിച്ചത്. ഇവിടെ വന്നപ്പോൾ എങ്ങനെ ഒരു ആൻസർ കുറച്ചുകൂടെ എക്സ്പ്രസീവായിട്ട് എഴുതാം എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി വീണ്ടും ഞാൻ എൻ്റെ എഴുത്ത് കുറച്ചുകൂടെ മാറ്റാൻ വേണ്ടി ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. ഫോട്ടോ ഇടുന്നുണ്ടായിരുന്നു. ഓപ്ഷൻ ഏതായിരുന്നു ചൂസ് ചെയ്തത്? ആ ഓപ്ഷനിലേക്ക് എത്താനുള്ള കാരണം എന്തായിരുന്നു? സാർ, ഞാൻ സോഷ്യോളജിയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സാർ. മേജറായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞത്, ഞാൻ ഓപ്ഷനിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത് സോഷ്യോളജി നിനക്ക് പറ്റിയൊരു നല്ല സബ്ജക്റ്റ് ആയിരിക്കും. അമ്മ MA സോഷ്യോളജി ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അമ്മ ആ സബ്ജക്റ്റിൻ്റെ നേച്ചറും എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡും അറിയാവുന്നതുകൊണ്ട് അമ്മേനോട് പറഞ്ഞു നീ അത് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ ഏട്ടനും സോഷ്യോളജി ഓപ്ഷനിലാണ് എടുത്തിരുന്നത്. പിന്നെ ഞാൻ പൊതുവെ എൻ്റെ ഒരു രീതിക്ക് എല്ലാ ഓപ്ഷണലിൻ്റെയും സിലബസ് ഞാൻ ഒന്ന് നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മനസ്സിന് ഇണങ്ങുന്നതായിട്ട് തോന്നിയ സിലബസും കാര്യങ്ങളാണ് സോഷ്യോളജിക്ക് ഉണ്ടായിരുന്നത്. ഫാമിലി, റിലീജിയൻ തുടങ്ങിയ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് പഠിക്കാൻ കുറച്ച് റിസോഴ്സ് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഓപ്ഷനും കൂടെ ആയിരുന്നു സോഷ്യോളജി. ഈ മെയിൻസ് രണ്ടാമത്തെ തവണ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും വെരി ഷുവർ ദാറ്റ് യു ആർ ഗോൺ ടു ക്ലിയർ ദിസ് ടൈം, എന്തുമാത്രം കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഫേസിൽ? സർ, രണ്ടാമത്തെ മെയിൻസിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്യും എന്നൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു.
പക്ഷേ ഞാൻ ആദ്യത്തെ മെയിൻസിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇട്ട എഫേർട്ടിനുള്ള ഒരു ഔട്ട്പുട്ട് എനിക്ക് ആ ഫൈനൽ എക്സാമിൽ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ജേർണി എങ്ങനെയായിരുന്നു? സോ ഞാൻ ഈ മെയിൻസിൻ്റെ റിസൾട്ട് വരുന്നതേ ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ കാര്യമായിട്ട് ചെയ്തിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഒന്നിനോട് ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ജോയിൻ ചെയ്യുമായിരുന്നു. ആക്ച്വലി റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഡാഫ് ഫില്ല് ചെയ്യാൻ ഗൈഡൻസ് തന്നത് ഷിനാസ് സാർ തന്നെയാണ്. ഞാൻ ആ ഡാഫ് ഫില്ല് ചെയ്യുന്ന സമയത്താണ് ഓക്കെ എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയുള്ളതാണ്, എൻ്റെ ഇതുവരെയുള്ള ലൈഫ് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ ആലോചിച്ച് തുടങ്ങി. വൺസ് ആ ഡാഫ് ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഞാൻ ഫുള്ളി ഡാഫ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു തുടങ്ങി. അതുപോലെ എൻ്റെ സർവീസ് പ്രിഫറൻസും കാര്യങ്ങളും വെച്ച് കറണ്ട് അഫയേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ വളരെ സ്ട്രീം ലൈൻ ആയിട്ട് പഠിച്ചു തുടങ്ങി. ജനറലി ഈ ഒരു രീതിക്കാണ് ഞാൻ പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടി പഠിച്ചത്. പല കുട്ടികളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ തന്നെയാണ് അവിടെ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുള്ള നമ്മളെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും നമ്മൾ ആ ഡാഫ് ഫില്ല് ചെയ്യുന്ന പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഹേമന്തിൻ്റെ ഡാഫ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു, വളരെ വളരെ അനലിറ്റിക്കലായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എഫോർട്ട് ഇടാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് ഹേമന്തിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട് ഹേമന്തിന്. പിന്നെ അതേ സമയത്ത് തന്നെ എന്നാൽ കംപ്ലീറ്റ്ലി ഒരു ഒരു അക്കാഡമിക് അല്ലാത്ത ഇൻട്രസ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ മൂവീസ് കാണുന്നതും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് കാണുക എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബീസും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഒരു റൗണ്ടഡ് പേഴ്സണാലിറ്റിക്കുള്ള എല്ലാ സാധനങ്ങളും ആ ഡാഫിലുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് എഫോർട്ട് ഇടേണ്ട കാര്യമില്ലായിരുന്നു. അത് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുക മാത്രം ചെയ്താൽ മതിയായിരുന്നു എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഹേമന്തിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേമന്തിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹേമന്ത് കുറേ എഫോർട്ട് ഇട്ടിട്ടാണ് ഓൾറെഡി വരുന്നത്. അപ്പം നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. മാത്രമല്ല ഡിസ്കഷൻ ഡിബേറ്റ്സും പറയുമ്പോൾ ഓൾറെഡി ഹേമന്ത് ആ ഡൊമൈനിൽ ഹേമന്ത് വായിച്ചിട്ടുണ്ട്. ഞാനിത് വായിക്കണമെന്ന് പറയുമ്പോൾ ഹേമന്ത് ഇന്ന സാധനങ്ങൾ ഇന്ന മൂവീസ് സാർ ഞാൻ കണ്ടിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഇത് എഴുതിയത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ക്ലാരിറ്റിയോടുകൂടിയാണ് ഹേമന്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഗെറ്റ് റിഫ്ലക്ട് ഇൻ ഇൻ്റർവ്യൂ മാർക്സ് ഓൾസോ. 185 is a good mark. I was hoping that, അതായത് നീ ആ ടോപ്പിലേക്ക് വരുമെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. മേ ബി ഒരു 10 മാർക്ക് കൂടെ മേടിച്ചിരുന്ന ഐ വുഡ് ഹാവ് ബീൻ മോർ ഹാപ്പി. ഓക്കെ, ആ ഇൻ്റർവ്യൂ ആരുടെ ബോർഡായിരുന്നു? സാർ എനിക്ക് രാജ് ശുക്ല സാറിൻ്റെ ബോർഡാണ് കിട്ടിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സാർ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ടു ബി ഓണസ്റ്റ് എനിക്കൊരു മോക്കിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു. യൂഷ്വലി മോക്സിന് പോകുന്ന സമയത്ത് ബോർഡ് വളരെ കോർഡിയലായിരിക്കും, ഒരു കോൺവെർസേഷണൽ മോഡായിരിക്കും. എനിക്ക് ആക്ച്വലി കിട്ടിയ ഇൻ്റർവ്യൂ ബോർഡ് കുറച്ചൊരു നോൺ റിസെപ്റ്റീവ് സൈഡിലേക്കായിരുന്നു. അതായത് അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ നമ്മുടെ റിപ്ലൈ കേൾക്കാൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഹൈ ലെവലായിരുന്നു. ഞാൻ പോയ ഉടനെ എന്നെ ഒരു ഇന്നോവേറ്ററായിട്ട് കണ്ട് അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പേറ്റന്റ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് അങ്ങനെ ഒരു ഐഡിയ, ഒരു ഫീൽ തോന്നിയിട്ട് ചോദിച്ചായിരിക്കണം. അതെ സാർ. അതിനുശേഷം പക്ഷേ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഡൊമൈൻസിലേക്ക് പോയി. കേരള എഡ്യൂക്കേഷൻ തുടങ്ങി, അതുപോലെ തന്നെ കേരള എഡ്യൂക്കേഷനിൽ തുടങ്ങി ആൻഡമാൻ നിക്കോബാർ ഇഷ്യൂസിൽ പോയി. അതിനുശേഷം തിരിച്ച് ഞാൻ എൻ്റെ കോളേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്ത വണ്ടിയുടെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിലോട്ട് പോയി. പെട്ടെന്ന് തന്നെ കേരളത്തിലെ രാജാ രവിവർമ്മ, അങ്ങനെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഐ തിങ്ക് അവർ ഹേമന്തിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇവാലുവേറ്റ് ആയിരിക്കും. ഓരോ പോയിന്റിൽ നിന്ന് ചാടി പോകുമ്പോഴത്തേക്കും ഹേമന്ത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ഓരോ ഏരിയയും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ചോദ്യം ആരുടെ ആയിരുന്നു, അല്ലെങ്കിൽ ഏതായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്? സാർ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഫൈനലായിട്ട് ഒരു മെമ്പർ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്. ഞാൻ ഡിഗ്രി എടുത്തിരിക്കുന്നത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ടെക്നോളജി എങ്ങനെ കേരളത്തിലെ അഗ്രികൾച്ചറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പൊതുവേ മോക്സിന് പോകുമ്പോൾ ഈ പ്രൊഡക്ഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കേൾക്കാറുണ്ടെങ്കിലും പ്രൊഡക്ഷൻ ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ എനിക്കൊരു പുതിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ആ ക്വസ്റ്റ്യന് എനിക്ക് എൻ്റെ അറിയാവുന്ന പ്രൊഡക്ഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ കേരളത്തിലെ അഗ്രികൾച്ചറൽ സിസ്റ്റവും വെച്ച് ഞാനൊരു ആൻസർ കൊടുത്തു. ആ ആൻസർ ഒരു 2 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം കുറച്ച് ടെക്നിക്കലായി പോയി ആദ്യത്തെ ആൻസർ. പക്ഷേ 2ാം തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ അത് സാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് സാറിന് തോന്നി. അപ്പോൾ അതെനിക്കൊരു ഹാപ്പി മൊമെൻ്റ് ആയിട്ട് തോന്നുന്നു. കാരണം ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗും അതുപോലെ സിവിൽ സർവീസിലെ പ്രിപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയെന്ന്. ബേസിക്കലി നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ അപ്ബ്രിങ്ങിങ്ങുമാണ്. അപ്പോൾ നിൻ്റെ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു കണ്ടംപററി ഇഷ്യൂ നീ എങ്ങനെ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരിക്കും അവർ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതിനൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആൻസർ കൊടുക്കാൻ സാധിച്ചത് നിനക്ക് നല്ല മാർക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. ഹേമന്ത്, അടുത്തൊരു ചോദ്യം. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്
ഹേമന്ത് റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം ആ റിസൾട്ട് അറിയുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് എപ്പോഴാണ് അറിഞ്ഞത്, എവിടെ വെച്ച്, എവിടെ ആയിരുന്നു, എന്തായിരുന്നു ഫീലിംഗ് ഒക്കെ? സാർ അതൊരു വളരെ യുണീക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. കാരണം എൻ്റെ ഇൻ്റർവ്യൂ ഏപ്രിൽ 17-ാം തീയതി ആയിരുന്നു. ഈ ഇൻ്റർവ്യൂ ഫേസിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ആൻഡ് എൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷം യൂഷ്വലി ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത ദിവസമാണ് മെഡിക്കൽ നടക്കാറ്. പക്ഷേ ഇൻ്റർവ്യൂവിന് അടുത്ത ദിവസം ഗുഡ് ഫ്രൈഡേ ആയിരുന്നതുകൊണ്ട് എൻ്റെ മെഡിക്കൽ 19th നടന്നത്. 20th ഞാൻ തിരിച്ച് നാട്ടിലെത്തുന്നത്. 22nd റിസൾട്ട് വരും. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ പൊതുവേ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയത് ഇൻ്റർവ്യൂ വളരെ മോശമായിട്ട് പോയി എന്നുള്ളതായിരുന്നു. 1-2 ഭാഗങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല ആൻസേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ഹോപ്പ്ഫുൾ ആയിരുന്നില്ല. ഈ അറ്റംപ്റ്റിൽ കയറില്ല, ഇനി അടുത്ത പ്രിലിംസിന് പഠിച്ചു തുടങ്ങണമെന്ന് ഞാൻ മെൻ്റലി പ്രിപ്പയർ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആ ദിവസം രാത്രി ട്രെയിൻ കയറാൻ വേണ്ടി ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിലാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് നോക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോൺ തുറന്നില്ല, അങ്ങനെ തന്നെ വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് കുറേ ഫോൺ കോൾ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പേടിച്ചിട്ടാണെങ്കിലും ഞാൻ ഫോണൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് തുറന്ന് നോക്കിയപ്പോൾ കുറേ കൺഗ്രാജുലേഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ലിസ്റ്റിൽ എവിടെയോ വന്നിട്ടുണ്ട്, അപ്പോൾ രക്ഷപ്പെട്ടു. അതിനുശേഷം ഞാൻ ഒരു ധൈര്യം സംഭരിച്ചിട്ടാണ് ആ PDF തുറന്നു നോക്കുന്നത്. കാരണം ആ PDF തുറന്ന് നോക്കി പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് 0/0 വരുന്നൊരു സിറ്റുവേഷൻ ഞാൻ കഴിഞ്ഞ മെയിൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി എൻ്റെ പേരും അതുപോലെ തന്നെ 223 എന്നുള്ള റാങ്കും കണ്ടപ്പോൾ എനിക്ക് ഒരേ സമയം ഒരു റിലീഫും അതുപോലെ തന്നെ ഓക്കെ എൻ്റെ ജേർണി ഇവിടെ തീർന്നിട്ടില്ല, ഇനി വീണ്ടും എഴുതണം എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് വരികയാണ്. പക്ഷെ ഞാൻ ഇമ്മീഡിയറ്റ്ലി കാരണം എന്നെ പോലെ തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷം എൻ്റെ പാരൻസും ടെൻഷൻ അടിച്ച് തുടങ്ങിയിരുന്നു. കാരണം എൻ്റെ ഇൻ്റർവ്യൂ മോശമായി എന്നുള്ളത് അവരെ വല്ലാതെ എഫക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതേപോലെ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്, 223ാമത്തെ റാങ്കാണ്. അപ്പോൾ അവിടെ വേറെ എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ പെട്ടെന്ന് എണീച്ച് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. കാരണം അച്ഛന് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്കൊക്കെ ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര ആശ്വാസമായി. എനിക്കും കുറച്ചൊന്ന് ആശ്വാസമായി. കാരണം ഇനി ഒന്നുമില്ലായ്മയല്ല, എന്തോ കയ്യിലുണ്ട് എന്നുള്ളൊരു ധൈര്യം വന്നു. ആൻഡ് ഞാനൊരു എൻ്റെ ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഒരു 2 ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരുന്നു. ചേട്ടനെ വിളിച്ച റിസൾട്ട് പറഞ്ഞത് എങ്ങനെയായിരുന്നു? സർ ചേട്ടന് ഏകദേശം അറിയായിരുന്നു ആ ദിവസം റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് ഡിഫറൻസ് കാരണം അവിടെ ആക്ച്വലി രാത്രിയായിരുന്നു. പക്ഷേ ചേട്ടൻ ഉറങ്ങാതിരിക്കുകയായിരുന്നു എൻ്റെ റിസൾട്ടിൻ്റെ ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ട്. സപ്പോസ് ഞാൻ ലിസ്റ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തരാനും കൂടെ വേണ്ടി ചേട്ടൻ അവിടെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ റിസൾട്ട് വന്നു, ഇത്ര റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനും വളരെ അതിയായ സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ഈ ജേർണിയിൽ ചേട്ടൻ്റെ റാങ്ക് എത്രയായിരുന്നു? ചേട്ടൻ്റെ റാങ്ക് 113, എൻ്റെ 223. അപ്പോൾ എൻ്റെ ഈ ജേർണിയിൽ ഏകദേശം എൻ്റെ അത്ര തന്നെ ബേർഡനും സ്ട്രെസ്സും ചേട്ടനും എടുത്തിട്ടുണ്ട്. കാരണം ചേട്ടനും ഇതിന് മുന്നേ സഞ്ചരിച്ച ഒരാളെന്ന നിലയിൽ ആ ഒരു സ്ട്രെസ്ഫുൾ ജേർണി ചേട്ടനെ അറിയാം. അപ്പോൾ ചേട്ടനൊക്കെ ഭയങ്കര ഹാപ്പിയായി, റിലീവ്ഡ് ആയി എല്ലാവരും. അപ്പോൾ ഇവരുടെയൊക്കെ ഹാപ്പിനെസ് കണ്ടപ്പോഴാണ് എനിക്കും ഓക്കെ എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. ചേട്ടൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആയിരുന്നു താല്പര്യം, അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കറൻലി പെറൂവിൽ ജോലി ചെയ്യുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അവിടെ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവുകയും ഇന്ത്യയുടെ പേര് ലോകത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണിക്കുകയും ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ ചേട്ടൻ ഭയങ്കര ഇൻവോൾവ് ആണ്. അപ്പോൾ ഏത് മൊമെൻറ്റിലാണ് ഹേമന്തിന് IFS ആണ് വേണ്ടത്, എൻ്റെ പ്രയോറിറ്റി IASന് മുകളിൽ IFS ആണെന്നുള്ളൊരു തോന്നൽ ഹേമന്തിന് എപ്പോഴാണ് വന്നത്? സർ ഞാൻ ഈ ചേട്ടൻ്റെ റിസൾട്ടിന് ശേഷം ചേട്ടൻ്റെ കരിയറും അതുപോലെ ചേട്ടൻ്റെ ബാച്ച്മേറ്റ്സിനെയും അവരുടെ ഏകദേശം ട്രജക്ടറി ഞാൻ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ലൈഫ് അത്ര വിസിബിൾ അല്ല. IFS ആയതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പുറത്താണ്. പക്ഷേ എന്നാൽ പോലും ചേട്ടൻ്റെ ലൈഫ് കുറച്ചുകൂടെ വളരെ സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനും അതുപോലെ വളരെ സിമ്പിളായിട്ടൊരു ലൈഫ് ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ IFS നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ അതിനുശേഷം ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ കൂടുതൽ ഇൻ്റർനാഷണൽ റിലേഷൻസ്, കറണ്ട് അഫയേഴ്സ് വായിച്ച സമയത്താണ് എനിക്ക് തോന്നിയത് ഓക്കെ ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനെ പുറത്ത് പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരുപാട് ഭാരിച്ച ജോലികളുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഈ ജോലിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്നെ ഒരുപാട് അട്രാക്റ്റും ചെയ്തു ഈ ഒരു ആസ്പെക്റ്റ്. അങ്ങനെ ഞാൻ കൂടുതൽ വായിച്ചപ്പോഴാണ് ഓക്കെ എനിക്ക് IASനെക്കാട്ടിലും IPSനെക്കാട്ടിലും അല്ലെങ്കിൽ വേറെ ഏത് സർവീസിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ താല്പര്യം ഈ സർവീസിനോട് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ IFS ഫസ്റ്റ് വെച്ചത്. ഇപ്പം ഒരു കറണ്ട് സിനാരിയോയിൽ ലെറ്റ്സ് സേ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റെപ്രസെൻറ്റ് ഇന്ത്യ ആസ് എ ഡിപ്ലോമാറ്റ്, ഏത് രാജ്യം ചൂസ് ചെയ്യും? സർ ഞാനങ്ങനൊരു ആക്ച്വലി ഒരു രാജ്യം പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സ്പാനിഷ് ലാംഗ്വേജ് ആണ്. എൻ്റെ ചേട്ടൻ സ്പാനിഷ് ലാംഗ്വേജ് തന്നെയാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ സ്പാനിഷ് ലാംഗ്വേജ് ഞാൻ പ്രിഫർ ചെയ്യാനുള്ള കാരണം തന്നെ ഒന്ന് UN റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജ് ആണ്. യൂറോസോണിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ലാറ്റിൻ അമേരിക്കയിൽ പോകാം. സർ പിന്നെ ഞാൻ കാണുന്ന എൻ്റെ ഒരു ഡിസ്റ്റന്റ് ഡ്രീമാണ് ഞാനും ഏട്ടനും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. ചേട്ടൻ സീനിയർ ആയിട്ടും ഞാൻ ജൂനിയർ ആയിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ലാംഗ്വേജ് പ്രിഫറൻസ് എനിക്കുണ്ട്, അല്ലാതെ ഒരു രാജ്യം പ്രിഫർ ചെയ്യുന്നു. ഇപ്പം കറൻ്റ്ലി 223 വെച്ചിട്ട് മോസ്റ്റ് പ്രോബബ്ലി ഇന്ത്യൻ റവന്യൂ സർവീസിലേക്ക് ഉറപ്പായിട്ട് എത്തേണ്ടതാണ്. ഇഫ് പോസിബിൾ ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് വരാം. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് യു ആർ ഗോണ സ്റ്റോപ്പ് ദ ജേർണി. കാരണം എനിക്ക് മറ്റാരും പറയാത്തൊരു കാര്യം താങ്കൾ പറഞ്ഞു, അതൊന്ന് പറയണമെന്ന് തോന്നുന്നു. അത് ഞാൻ പല കുട്ടികളോട് സംസാരിക്കുമ്പോഴും റാങ്ക് കിട്ടിയ മൊമെൻറ്റിൽ എന്ത് ഫീൽ ചെയ്തു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പലരും സന്തോഷം പറയാറുണ്ട്, ആശ്വാസം പറയാറുണ്ട്. ബട്ട് എൻ്റെ ജേർണി ഇവിടെ തീർന്നിട്ടില്ല. ഐ വോണ്ട് ടു റൈറ്റ് വൺസ് അഗെയിൻ എന്നൊരു ഡിസിഷൻ ആ മൊമെൻറ്റിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ യു ആർ വെരി മച്ച് ഫോക്കസ്ഡ് ഓൺ ഗെറ്റിംഗ് ദ പോയിന്റ് വേർ യു വാണ്ട് ടു. അപ്പം എന്താണ് അതിനുള്ളൊരു മോട്ടിവേഷൻ? ഐ മീൻ സാധാരണ റാങ്ക് കിട്ടുമ്പോൾ പലർക്കും തോന്നുന്നൊരു ഫീലിംഗ് അല്ല അത്. സോ വാട്ട് മോട്ടിവേറ്റ്സ് യു ഫോർ ദാറ്റ്? സാർ എനിക്ക് IFS എന്നുള്ളൊരു പൊസിഷൻ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത് മേ ബി ഒരു ഡിപ്ലോമസി എന്നുള്ളൊരു കരിയർ ഓപ്ഷനിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി മെൻ്റലി പ്രിപ്പയർഡായി കുറേ വായിച്ച് കുറേ പഠിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വേറെ ഏതൊരു പൊസിഷനിലും എനിക്ക് എന്നെ തന്നെ പിക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് ഇഫ് ഇറ്റ് കംസ് ടു ഇറ്റ് ഞാൻ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു മെൻ്റൽ ആഗ്രഹം അത് കൂടുതലും IFS ആയിട്ട് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതിനാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പം ഒരു 120ക്കുള്ളിൽ റാങ്ക് നേടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തവണ താങ്കൾക്ക് IFS കിട്ടേണ്ടതാണ് അല്ലേ? ഓക്കെ, സോ ദ പോയിന്റ് ഐ വാണ്ട് ടു എംഫസിസ് ഓവർ ഹിയർ ഈസ് ദാറ്റ് ഹേമന്തിൻ്റെ ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ഫോർ മെനി റീസൺസ്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഹേമന്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് വരുത്തിയ മിസ്റ്റേക്ക് ഹേമന്ത് സെക്കൻഡ് അറ്റംപ്റ്റിൽ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നു. പ്രിലിംസിന് വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിൽ ആ മിസ്റ്റേക്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ഹേമന്ത് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോഴും ഹേമന്ത് മനസ്സിലാക്കുന്നു മൈ ആക്ച്വൽ ഗോൾ ഈസ് സ്റ്റിൽ ടു റീച്ച് ആൻഡ് യു ആർ ഗെറ്റിംഗ് റെഡി ടു അറ്റംപ്റ്റ് വൺസ് അഗൈൻ. അപ്പം ദിസ് ജേർണി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മറ്റൊരു സ്റ്റുഡൻറ്റ് വീണ സുധനെ പറ്റി ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. സോ വീണയുടെയും ഇതുപോലെ ഫസ്റ്റ് ആഗ്രഹം IFS തന്നെയാണ്. വളരെ വളരെ ഫോക്കസ്ഡ് IFS വേണമെന്നായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് മുതൽ തന്നെ പുള്ളിക്കാരി റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്. ബട്ട് ദ മൊമെൻറ്റ് ഷീ സ്റ്റാർട്ട് ഗെറ്റിംഗ് ദ റാങ്ക് ഷീ സ്റ്റാർട്ട് പ്രിപ്പയറിങ് അഗെയിൻ. ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോയിട്ട് അവൾ പോകാമെന്ന് പറഞ്ഞപ്പം സാർ ഞാൻ പോയിരുന്നു പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി പോകുന്നത് അടുത്ത അറ്റംപ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ആൻഡ് വെൻ ഷീ ഗോട്ട് ദാറ്റ് റാങ്ക് വിച്ച് മേക്ക് ഹർ എലിജിബിൾ ഫോർ IFS, അപ്പോഴാണ് ശരിക്കും പുള്ളിക്കാരി ആ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ എടുക്കുന്നത്, ഉള്ളിലേക്ക് എടുക്കുന്നത്. And I think you are such a person who are always focused on that goal of getting into that top coveted position of IFS. And I do hope that in the future, ചേട്ടൻ്റെ പേര് ആൾക്കാർ പറയുന്നത് പോലെ തന്നെ ഹേമന്തിൻ്റെ പേരും കൂടുതൽ ആൾക്കാർ ഡിപ്ലോമാറ്റിക് സർക്കിളിൽ പറയട്ടെ. അതുപോലെ തന്നെ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിൽ പറയാനായിട്ടും ഇന്ത്യയുടെ പോളിസി ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹേമന്തിന് അവസരം ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഹേമന്തിൻ്റെ ഇനിയും അവസാനിക്കാത്ത ജേർണിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.